സുഹൃത്തുക്കളെ, നമസ്കാരം. ക്ഷമിക്കണം, ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണ്. അതായത് മാധ്യമം പത്രത്തിൻ്റെ കുൽസിത നീക്കങ്ങൾ കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന തോന്നലുണ്ടായതുകൊണ്ടാണ്. എനിക്കറിയാവുന്ന മറ്റു പലർക്കും അറിയാത്ത ചില കാര്യങ്ങൾ കൂടെ ഇതോടുകൂടി പുറത്തറിയിക്കാൻ ഞാൻ മെനക്കെടുന്നു. 5 കൊല്ലം മുമ്പ് ഇതേപോലെ ഒരു അവസരത്തിൽ ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടിരുന്നു. മാധ്യമത്തിൻ്റെ ജനിതകം എന്നാണ് ഞാൻ അതിൽ കാണിച്ചിരുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ മാധ്യമം എങ്ങനെ ഉണ്ടായെന്നും അതിന് ആരുടെ അധ്വാനമാണ്, ആരുടെ വിയർപ്പാണ് ഉപയോഗിച്ചത് എന്നും സൂചന നൽകിയിരുന്നു. എന്തായാലും അധാർമികമായ അപരിഷ്കൃതമായ ഒരു സമൂഹത്തിൻ്റെ ആണ് എന്ന് പറയട്ടെ. അവരുടെ അധ്വാനമോ അല്ലെങ്കിൽ അവരുടെ സമ്പത്തോ ആണ് അതിനുപയോഗിച്ചത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം അജിംസും മറ്റും ഈ സ്വരാജിനെ കുറിച്ച് പറഞ്ഞത്. ആ പ്ലാറ്റ്ഫോമിലാണ് സ്വരാജിനെ കുറിച്ച് പറഞ്ഞത് എന്നതുകൊണ്ട് അത് എന്തിനായിട്ടാണ്, ആരാണ് അതിന് പൈസ കൊടുത്തതെന്നും അതിന് മുതൽ മുടക്കിയവർ പൂർണ്ണമായും അവരൊക്കെ മരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അവർക്കൊക്കെ സ്വർഗത്തിലോ അല്ലെങ്കിൽ നരകത്തിലോ ഇരുന്നിട്ട് ആശ്വസിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അതിനു മുമ്പ് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ജമാഅത്തെ ഇസ്ലാമിയും മാധ്യമവും തമ്മിലുള്ള ബന്ധം. അതേപോലെ തന്നെ മീഡിയ വൺ മാധ്യമത്തിൻ്റെ ഒരു സബ്സിഡറിയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് മീഡിയ വൺ. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഇവിടെയുള്ള ഈ മാധ്യമത്തിൻ്റെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒക്കെ യഥാർത്ഥ ആവശ്യം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം, പരമ ലക്ഷ്യം എന്നത് ജനാധിപത്യവും സോഷ്യലിസവും കമ്മ്യൂണിസവും ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. അത് കഴിയുന്നതും തടുക്കുക, അതിൻ്റെ അപ്രതിരോധ്യമായ വികാസത്തിൽ അതിനെ ചെറുക്കുക എന്നുള്ളത്. അതിനാണ് യഥാർത്ഥത്തിൽ ഈ സാധനം. അത് ഇപ്പോഴും നമ്മളെ ഈ ദാവൂദും അജിംസും ഒക്കെ ഫലപ്രദമായിട്ട് തന്നെ നടത്തുന്നു എന്നത് അവർക്ക് ആശ്വസിക്കാനും ചാരിതാർത്ഥ്യജനകവുമാണ്. എന്തായാലും ഇപ്പോഴടുത്ത കാലത്തായിട്ട് ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം ജമാഅത്തെ ഇസ്ലാമി എന്ന പാർട്ടി ഒരു അരാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് അവർ അതിനെ നിർവചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരിക്കലും ആ രീതിയിൽ നമ്മൾ ഒരു മൗലിക മതവിശ്വാസികൾ എന്ന നിലക്ക് അതിനെ വിട്ടിരുന്നു. മാത്രമല്ല അവരൊരിക്കലും രാഷ്ട്രീയത്തിലോ അവർക്ക് രാഷ്ട്രീയമുണ്ട്, ഇവിടെയുള്ള രാഷ്ട്രീയമൊന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട് തന്നെ അതിലൊട്ട് ഇടപെട്ടിരുന്നില്ല.
മാത്രമല്ല പലപ്പോഴും അവർ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നതോ വോട്ട് ചെയ്യുന്നതോ എന്തിന് ഒരു ഉദ്യോഗം വഹിക്കുന്നത് പോലും അനിസ്ലാമികമാണെന്നും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും വിശ്വസിച്ചിരുന്നവരും അത് അംഗീകരിച്ച് നടപ്പിലാക്കിയിരുന്നവരുമാണ്. അതിനുശേഷം കുറേ കാലത്തിന് ശേഷം അവർ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, അത് കൗശലമാണോ എന്ന് എനിക്കറിയില്ല, അവർ രാഷ്ട്രീയത്തിൽ വേറിട്ട് നിന്നാൽ നമുക്ക് നമ്മുടെ ശക്തി കുറഞ്ഞു പോകും, അല്ലെങ്കിൽ നമ്മളെ ശക്തി കാണിക്കാൻ കഴിയില്ല എന്ന് തോന്നലുണ്ടായത് കൊണ്ടായിരിക്കണം അവർ അരാഷ്ട്രീയമായിട്ടാണെങ്കിൽ പോലും ജനപ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പിൽ വ്യക്തിപരമായി നല്ലവരാരാണോ അവർക്ക് വോട്ട് ചെയ്യാം എന്ന ഒരു നയം പ്രഖ്യാപിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അവർ പലപ്പോഴും പല പഞ്ചായത്തുകളിലും പല തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും അവർക്കിഷ്ടമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അന്ന് ആരും ഇതിനെ എതിർത്തിട്ടില്ല. കാരണം അവരുടെ ഇഷ്ടമാണ്. അവർ അരാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയത്തിൽ അവർ നേരെ മറിച്ച് ഇപ്പോഴവരുടെ സ്വഭാവമാകെ മാറിയിരിക്കുന്നു. അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ ഉണ്ട്. അതാണ് വെൽഫെയർ പാർട്ടി. ഈ വെൽഫെയർ പാർട്ടിക്ക് കൃത്യമായ ധാരണകളുണ്ട്. ആ ധാരണകൾ ഉണ്ടായപ്പോൾ തന്നെ വെൽഫെയർ പാർട്ടി ഉണ്ടായ അന്ന് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് CPM, ഇതിൻ്റെ അപകടം മനസ്സിലാക്കുകയും അതല്ല ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന തത്വങ്ങൾ വിവരിക്കുന്ന അതിൻ്റെ മൂലഗ്രന്ഥങ്ങളിൽ ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട്, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഭരണത്തിന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്, അവർ നടക്കുന്നത്. അത് ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല എന്നും അതുകൊണ്ട് തന്നെ അതിനെ ഒറ്റപ്പെടുത്തണം എന്നും പറയാൻ തുടങ്ങി. അപ്പോഴാണ് അവർ പറയുന്നത്, ഈ പഴയ കാലത്തും നിങ്ങൾ കൂട്ടിയിട്ടുണ്ടല്ലോ, അത് ശരിയാണ്. പക്ഷെ ആ കാലത്ത് നിങ്ങൾ രാഷ്ട്രീയത്തിന് നിങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നതെന്ന് അർത്ഥം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോഴെന്താണ് വിചാരിച്ചാൽ, ആ കാലത്ത് വെൽഫെയർ പാർട്ടിയെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരുന്നു. അത് മെല്ലെ മെല്ലെ മാറി. പ്രത്യേകിച്ച് വലതുപക്ഷത്തിന് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ മരണ പോരാട്ടമായി മാറിയപ്പോൾ അവർക്ക് കിട്ടാവുന്ന എല്ലാവരുടെയും വോട്ട്, ആരൊക്കെ അവരോട് സഹകരിക്കാമോ അവരൊക്കെ സഹകരിപ്പിച്ചാൽ പോലും കേരളത്തിൽ വിജയിക്കാനുള്ള സാധ്യത കുറഞ്ഞു എന്ന് തോന്നുകയും, മാത്രമല്ല ഇങ്ങനെ പോയാൽ, പ്രത്യേകിച്ച് ഭരണം കയ്യിലില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാവും എന്ന് UDFിലുള്ള എല്ലാ ഘടകങ്ങളും, പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും മനസ്സിലാക്കുമ്പോൾ, ഭയപ്പെടുമ്പോൾ അവർ എല്ലാവരെയും കൂട്ടും. യാതൊരു തത്വചിന്തയും തത്വസംഹിതയും നയങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് കൂടുതൽ കിട്ടുമോ അവരെ കൂട്ടും. അങ്ങനെ കൂട്ടുന്ന ഒരവസ്ഥയായിരുന്നു ഇതുവരെ. കഴിഞ്ഞ ഇലക്ഷനിലും മലപ്പുറത്ത് വെച്ചിട്ട് ഈ വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നുവെന്നും, എങ്കിൽ പോലും അന്ന് അവർ പൂർണ്ണമായിട്ടും UDFിൽ എടുത്തിരുന്നില്ല.
അതിന് കാരണം ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ അവരെ തുറന്ന് അവർ ഒരു മതതീവ്രവാദ രാഷ്ട്രീയ സംഘടനയാണ് എന്ന് പറയുകയും അതുകൊണ്ട് തന്നെ അവരെ ഒഴിവാക്കേണ്ടതാണ് എന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇലക്ഷനോട് കൂടി അവർ അവർ വലതുപക്ഷത്തിന് അല്ലെങ്കിൽ UDFൻ്റെ ഒരു ഉള്ളിൽ കയറാൻ പറ്റില്ലെങ്കിലും ഒരു അലയൻസ് ആയിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം LDFനെ തകർക്കുക, LDFിലുള്ള എല്ലാവരും, പ്രത്യേകിച്ച് സ്വരാജ്, VS, ശൈലജ ടീച്ചർ, ശ്രീമതി ടീച്ചർ, പിണറായി വിജയൻ, ഇവർക്കൊക്കെ എതിരായിട്ട് പരമാവധി തങ്ങൾക്ക് കഴിയുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നതിന് കാരണം യഥാർത്ഥത്തിൽ എന്താണെന്ന് ഉള്ളതാണ് നമ്മൾ ഒന്ന് ചികഞ്ഞു നോക്കണം. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഈ മാധ്യമത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്. മാധ്യമത്തിൻ്റെ ലക്ഷ്യം എന്നത് ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ, സോഷ്യലിസ്റ്റ് പാർട്ടികളെ, ജനാധിപത്യ പാർട്ടികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിന് ഇപ്പം നിങ്ങൾ കേട്ടില്ലേ ബിൻ ലാദൻ എന്ന് പറയുന്നത്? ബിൻ ലാദൻ എങ്ങനെയാണോ വളർന്നു വന്നത്, അത് സോവിയറ്റ് യൂണിയൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇല്ലാതാക്കാനായിട്ടാണ് അയാൾ അദ്ദേഹത്തിനെ കുരുതി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അതിനായിട്ട് അങ്ങോട്ട് വിടുക ചെയ്ത്. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന്, സൗദി അറേബ്യയിലെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു എൻജിനീയറിങ് കഴിഞ്ഞ ഒരാളെ ഇതിനായിട്ട് അങ്ങോട്ട് വിടുകയാണ് ചെയ്തത്. അയാൾ എല്ലാ സമ്പത്തും കൊടുത്തിട്ടും മറ്റുള്ളവരുടെ സമ്പത്തൊക്കെ സ്വീകരിച്ചു കൊണ്ടാണ് അയാൾ ഈ താലിബാനും അതുവഴി സോവിയറ്റ് അഫ്ഗാനിസ്ഥാനിലും ഇവരെല്ലാവരും കൂടിയിട്ടാണ് തകർത്ത്. അതിന് പാരലായിട്ടാണ് ഇന്ത്യയിൽ ഇതേപോലെ മറ്റൊരു ഈ ലാദൻ കുടുംബത്തെ പോലെ തന്നെ സമ്പന്നമായ ഒരു ഷെയ്ഖിൻ്റെ ഒരു വർഷത്തെ അമേരിക്കൻ ബാങ്കിലുള്ള പണത്തിൻ്റെ പലിശ അവർക്ക് തൊടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ പലിശ അവർ ഇങ്ങനെ പരമാവധി മറ്റ് രാജ്യങ്ങളിൽ ഇസ്ലാം വളർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യലിസവും ജനാധിപത്യവും ഇല്ലാതാക്കുക എന്നതിന് ആയിട്ട് അവർ മുടക്കുന്നതാണ്. അങ്ങനെ മുടക്കുന്ന 1980-കളിലാണെന്ന് എനിക്ക് ഓർമ്മ. 80-കളിലെ മിഡിൽ, അതായത് 85-86 ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു വർഷത്തെ വൻ തുകയാണ് യഥാർത്ഥത്തിൽ അന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെ ഒരു പത്രം തുടങ്ങാനായിട്ട് കിട്ടിയത്. ഇത് ഇങ്ങനെ കിട്ടി എന്നത് എനിക്ക് മനസ്സിലായതും ഞാനതാണ് അന്നത്തെ 5 കൊല്ലം മുമ്പത്തെ മാധ്യമത്തിൻ്റെ ജനിതകം എന്നതിൽ എഴുതിയത്. അത് കാരണം ഞാൻ എൻ്റെ അനുഭവം പറയാം. 1997 ഞാൻ കാസർഗോഡ് DPEPയുടെ DPC ആയിരുന്നു. അന്ന് എൻ്റെ ഒരു സുഹൃത്ത്, അതായത് എൻ്റെ സുഹൃത്തുക്കളുടെ പിതാവ് VP അബ്ദുള്ള സാഹിബ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ മെസ്സേജ് എന്ന പത്രത്തിലെ പത്രാധിപരും അക്കാലത്ത് പരമസാത്വികനായതുകൊണ്ട് തന്നെ വക്കീലായിട്ടുള്ള
പരീക്ഷ പാസ്സായെങ്കിൽ പോലും കളവ് പറയാൻ വയ്യ എന്നതുകൊണ്ട് ആ ജോലിക്ക് പോകാതെ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സജീവ പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹമായിരുന്നു ഈ മെസ്സേജ് പത്രത്തിൻ്റെ പത്രാധിപർ. അദ്ദേഹം 80കളിൽ ദുബായിൽ പോവുകയും അവിടെ ഖലീജ് എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരിക്കുകയും ചെയ്യുന്ന കാലത്താണ് ഈ വൻതുക അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടുന്നതും. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സഹായം തേടി ഈ ലോകത്തിലെ അന്നത്തെ ആ കാലത്തെ ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യ അനുസരിച്ച് ഉള്ള ഒരു പത്രം, ആ പത്രത്തിൻ്റെ പ്രസ്, ബാക്കിയുള്ള എല്ലാ ആ കാലത്തെ സംവിധാനങ്ങളൊക്കെ തന്നെ അന്നത്തെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള വികസിത രൂപത്തിലുള്ളത് ഇവിടെ സെറ്റ് ചെയ്യാൻ അദ്ദേഹം സഹായിക്കുകയും ചെയ്യും. ഈ കാര്യം അദ്ദേഹം എന്നോട്, ഞാൻ 1997 കാസർഗോഡ് DPC ആയിരുന്നപ്പോൾ, DPPയുടെ DPC ആയിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട് എലമ്പച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതായത് കാഞ്ഞങ്ങാട് അടുത്ത്, തൃക്കരിപ്പൂർ കാഞ്ഞങ്ങാട് അടുത്ത്. ഈ എലമ്പച്ചിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി രാത്രി അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയിരുന്നു, മക്കളൊക്കെ പല ഭാഗത്തുമായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒറ്റക്ക് അവിടെ ജീവിച്ചിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കൂടെ ഒരു രാത്രി മുഴുവൻ കിടക്കും, എന്നിട്ട് രാവിലെയാണ് ഞാൻ പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പോകും. കാരണം അദ്ദേഹത്തിന് വലിയൊരു സന്തോഷമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മനുഷ്യനില്ല, ആരോടും സംസാരിക്കാനില്ല, ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരാളാണ്. അതൊക്കെ കുറച്ച് വലിയ ബുദ്ധിജീവി ആയതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഒന്നും അത്ര വലിയ ബന്ധമില്ല, ഒറ്റക്കാണ് ഇരിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഈ കാര്യം അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പോൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ മാധ്യമത്തിൻ്റെ തുടക്കം തന്നെ നടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദാവൂദും ജമാഅത്തെ അതേപോലെ തന്നെ അജിംസിനും അവരുടെ അതിനായിട്ട് ഇതിന് പണം മുടക്കിയ ആൾക്കാരുടെ ആ ലക്ഷ്യം നിറവേറ്റി എന്ന് പൂർണ്ണമായിട്ടും ആശ്വസിക്കാം. അവർക്ക് എന്തായാലും ഈ കാര്യത്തിൽ വിജയം ആശംസിക്കട്ടെ. ജമാഅത്ത് എന്തായാലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് മാധ്യമം, പത്രമോ മാധ്യമത്തിൻ്റെ കെട്ടിടമോ പ്രസ്സോ ഉണ്ടാക്കാൻ ഒരു നയാ പൈസയെങ്കിലും പിരിച്ചതായിട്ട് എനിക്കറിയില്ല. പുറമെന്ന് ഒരു പിരിവും നടത്താതെ തന്നെ ആവശ്യത്തിൽ കൂടുതൽ കാശ് അതിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു പ്രസിദ്ധീകരണം, ഒരു പ്രതിവിപ്ലവകരമായ വസ്തുവാണ് ഈ സാധനം എന്നും അതിനെ സേവിക്കാൻ ഇപ്പോഴും ഇങ്ങനെ ബുദ്ധിജീവികൾ എന്ന് ശരിക്കും പറയാം, ബുദ്ധിജീവികൾ തന്നെയാണെന്ന് പറയാവുന്ന ദാവൂദിനും അതേപോലെ തന്നെ അജിംസിനും ഒക്കെ വിജയം ആശംസിക്കുന്നു. അവർക്ക് എന്തായാലും ഈ രീതിയിൽ ഇവിടെയുള്ള എല്ലാ ഇടതുപക്ഷത്തെയും എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിക്കണമെന്നും അതിനെന്ത് നുണയും പറയാം, എങ്ങനെ രീതിയിലും പല രീതിയിലും, പ്രത്യേകിച്ചും ഈ സോഷ്യലിസ്റ്റ് ആശയം അംഗീകരിക്കാത്ത ഏതൊരാളെയും എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് മാറ്റാനുള്ള നിങ്ങളുടെ കഴിവുകളെ, അവരുടെ പിടിച്ചു നിൽക്കാനുള്ള
അവരെ പിടിച്ചു നിർത്താനുള്ള നിങ്ങളെ കഴിവുകളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. അതിൽ നിങ്ങൾ വിജയിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങൾക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നേരം വെളുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് ഈ സൗദി അറേബ്യയിലെ ഒരു പ്രാകൃത സമ്പന്നൻ്റെ അയാളൊക്കെ മരിച്ചിട്ടുണ്ടാവണം, അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നങ്ങൾ നിറവേറ്റുന്നു എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നതാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.